കാര്യം, ഇദ്ദേഹം ഒരു റിയാലിറ്റി ഷോയിലൂടെ ഇതുപോലെ പയറ്റി തെളിഞ്ഞു റിയാലിറ്റി ഷോയിൽ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുമായിരുന്നു. അഭിനയമോഹം വേണ്ടെന്ന് വെച്ചതാണോ അതെയോ ഇതാണ് എന്റെ വഴിയെന്ന് സ്വയം തീരുമാനിച്ചോ? പുള്ളിപ്പുഴ അഭിനയിക്കുന്നുണ്ട്. ഉണ്ട്. സ്വന്തം സിനിമയിലൊക്കെ കയറിയൊക്കെ അഭിനയിക്കും. അതും അഭിനയിക്കുന്ന പടത്തിലൊക്കെ എന്തെങ്കിലും ഒരു മാസ് ഡയലോഗ് അഭിനയിക്കും. അല്ല, അതൊന്നും അത് സംഭവിച്ചു കേട്ടോ. ഈ ക്യാരക്ടർ ഇപ്പൊ എനിക്ക് ചെയ്യാൻ വേണ്ടി എഴുതിയൊന്നുമല്ല കേട്ടോ. ഇത് അല്ല സത്യമായിട്ടും അങ്ങനെയൊക്കെ പറയാലോ. അല്ലല്ല, ഇത് നമ്മളങ്ങനെ ചെയ്യത്തില്ല. ടീച്ചർ റോളാന്ന് തോന്നുന്നു. അതെ അതെ അതെ, അതൊക്കെ സംഭവിച്ചു പോയതാ. ആ ക്വീനിൽ ചിലപ്പോ ഒരു കോമഡി ഇതായിരുന്നു. അടുത്ത പടത്തിലും അതില്ല, അടുത്ത നമുക്ക് കാണാം. ടീച്ചർ ഉണ്ടോന്ന് അറിയില്ല. വിൻസി പറയൂ, ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഇത് പറഞ്ഞ പോലെ കൂളാണ്, തമാശകൾ പറയുന്നത് ചിരിക്കുന്നു. പക്ഷെ ഡയറക്ടറിന്റെ ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ്? ഒന്നും മിണ്ടത്തില്ല. ഇതിങ്ങനെ ഒരു ഇട്ടിരിപ്പതിലേക്ക് നോക്കിയിട്ട് എനിക്ക് ആ സിനിമ ഇപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് മൂവി, എനിക്ക് കിട്ടിയ സെക്കൻഡ് കോളാണ്. ഞാൻ സെലക്ട് ചെയ്യുന്ന സെക്കൻഡ് മൂവിയാണിത്. ഓക്കെ. പക്ഷെ ഇപ്പം 4ാമത്തെ മൂവിയായിട്ട് ഇറങ്ങിയത് മാത്രം. അപ്പോൾ തുടക്കത്തിലാണ്, എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്. ജസ്റ്റ് വികൃതി എന്ന് പറഞ്ഞ മൂവി മാത്രമേ ഉള്ളൂ. ആൻഡ് ആ സമയത്ത് ചെയ്യുമ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കൂളല്ല, എനിക്ക് പേടിയുണ്ട്, ടെൻഷൻസ് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് മമത ചേച്ചിനായിട്ടൊരു സീനുണ്ട്, ഞാൻ മേലെയും ചോദിക്കുന്നൊരു സീനുണ്ട്. അത് കണ്ടപ്പോഴത്തേക്കിനും മമത ചേച്ചിനെ കണ്ട് ചുറ്റാൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണം, എല്ലാം പല ആക്ടിവിറ്റീസിലൂടെ. അതായത് വിൻസിക്ക് പൊക്കമില്ലായ്മ ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ നമ്മൾ മേളില് നമുക്ക് ക്യാമറ കിട്ടണല്ലോ. വിൻസി നിന്ന് കഴിഞ്ഞാൽ ആ വോളുടെ ബാക്കിലാവും അദ്ദേഹം. അപ്പൊ പൊക്കി വെക്കാൻ അവിടെ നമ്മൾ ആപ്പിൾ ഇത് ബോക്സും എല്ലാം വെച്ചിട്ടാണ് മേളിൽ കയറ്റി നിർത്തി. നമ്മൾ ഇവിടുന്ന് വെക്കുമ്പോൾ വിൻസിക്ക് അത് നടക്കുന്നതിന്റെ ഇടയിൽ പാടാണ്. നമുക്ക് ഇവിടുന്ന് പറഞ്ഞാൽ മതി. അല്ലെ, ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അന്ന് സംഭവിച്ചത് എനിക്ക് കിട്ടുന്നില്ല, ദൈവമേ കൈയൊക്കെ വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ തീർത്തു. 5 സാധനമായിരുന്നു ട്രെയിലറിലൊക്കെ വരേണ്ട സാധനം. നീ എന്നെ ചെയ്തു വെച്ചേ, നീ ഇതാണോ ആ റിയാലിറ്റി ഷോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അതിന്റെ അർത്ഥം അങ്ങനെ പറയെങ്കിലും വല്ലാത്തൊരു മീനിങ് ഉണ്ട്. ഇതൊക്കെ ചുമ്മാ പറയുന്നത്. എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാപ്പിയാവും. പിന്നെ 2 ചൊറിഞ്ഞിട്ടൊക്കെ നമ്മൾ ആ വഴിക്ക് ഒരു ഫണ്ണ് വേണമല്ലോ. ഈ ഇതിലേക്ക് സുരാജേട്ടനെയാണോ ആദ്യം ഫിക്സ് ചെയ്ത്, അത് രാജുവേട്ടനെയാണോ? ആക്ച്വലി ഇവരെല്ലാം എന്റെ ഫസ്റ്റ് ഓപ്ഷൻസാ. പക്ഷെ സുരാജേട്ടന്റെ അടുത്താണ് ആദ്യം പോയി കഥ പറയാൻ. കാര്യം സജ്ജൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ സിനിമയിൽ സജ്ജനാണ് സിനിമ കൊണ്ടുപോകുന്നത്. അപ്പൊ സജ്ജനെ കണ്ട് കഥ പറയാ, സുരാജേട്ടൻ്റെ അടുത്ത് കഥ പറയാം. അപ്പൊ സുരാജന്റെ അടുത്ത് കഥ പറയുമ്പോൾ തന്നെ സുരാജേട്ടൻ കൊള്ളാം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് മോട്ടിവേഷൻ ആണ്. പിന്നെ ആ സമയത്ത് തന്നെ രാജുവിന്റെ അടുത്തും നമ്മൾ സിനോപ്സിസ് അയച്ചു കൊടുത്തായിരുന്നു. രാജു അവിടെ ഷൂട്ടിലായിരുന്നു. രാജു തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ആ സമയം കൊണ്ട് നമ്മൾ മമതേനെ കണ്ടിരുന്നു. കാര്യം സഭ ഹാസ് ടു ബി മമത. മമത അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്കില്ല. ഈ രാജുവേട്ടൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞ് അദ്ദേഹം യെസ് പറഞ്ഞൊരു ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഓർക്കുന്നുണ്ടോ? അന്ന് എന്താണ് സംഭവിച്ചത്? ഈ പറഞ്ഞ പോലെ നെഞ്ചെടുപ്പ് ഉണ്ടായിരുന്നോ? അത് ഭയങ്കരമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനും ഷാരിസും ആയിരുന്നു റൈറ്റർ. ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ ട്രംപ് കാർഡാണ്. അതായത് സുരാജേട്ടൻ ഡൺ, മമത ഡൺ. അപ്പൊ ഇവർ രണ്ടുപേരും സീലായി, ഓൾമോസ്റ്റ് റെഡി. ഇനി നമുക്ക് രാജുവിനടുത്ത് പോകും. രാജു യെസ് പറഞ്ഞ ഭയങ്കര ഒരു എലിവേഷനാണ്. അപ്പോൾ കഥ പറയാൻ വേണ്ടി ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, ചർച്ച. ഇപ്പോഴും ഓർക്കണ്ട, കാറിൽ പോയി നേരെ രാജുവിൻ്റെ അവിടെ എത്തി കഥ പറഞ്ഞ് ഡിജോ ഇതൊരു തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട പടമല്ലേ? ആ ചോദ്യം തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട പടമല്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പടം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ റെഡി, നമുക്ക് ചെയ്യാം, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് റെഡി. പിന്നെ ഓണാണ്. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു. പിന്നെ പുള്ളി അന്ന് 2 ഇൻപുട്സ് പറഞ്ഞ് ഇപ്പോഴും ഓർക്കണ്ട. കഥയിൽ ചെറിയ 2 പോയിന്റ്സ് ഉള്ളു. അത് ഭയങ്കര ഞങ്ങൾക്ക് പോലും അപ്പൊ അത് ഇത്രയും നേരം കഥ പറഞ്ഞിട്ടിരുന്നിട്ട് പുള്ളി ഒരു തോട്ട് പറയണമെങ്കിൽ പുള്ളി അത്രയും ഭയങ്കര ഒരു എന്താ പറയാ ബുദ്ധിമാനാണ്, അടിപൊളി കക്ഷി. അതെ, ഈ എല്ലാ അതായത് നമ്മൾ പറയല്ലോ എല്ലാ മേഖലയിലും അത്യാവശ്യം കുറച്ച് നോളജ് ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അത്യാവശ്യമല്ല, എനിക്കൊന്ന് കുറച്ച് അധികം അതുകൊണ്ട് നമുക്ക് എന്ത് ചോദിക്കാനും ഒരു പേടി വരും. എന്റെ ഈ സെയിം സാധനത്തിന് നമുക്കൊരു ബ്ലാസ്റ്റ് സീൻ ഉണ്ടായിരുന്നു ട്രെയിലറിൽ. ഈ ബ്ലാസ്റ്റ് സീനിന്റെ ഇടയില് എനിക്ക് നമുക്ക് വേണ്ട പരിപാടി അറിയാം. അതായത് ഈ ഷോട്ട് ഇവിടെയാണ്, ഇവിടുന്ന് ബ്ലാസ്റ്റ് വരണം, ഇത്രേ ഉള്ളൂ. അവരെങ്ങനെ പൊട്ടിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഇതൊന്നും എനിക്കറിയില്ല. ബേസിക്കലി അതറിയില്ല. മാസ്റ്റർ എനിക്ക് ഈ കൗണ്ടിൽ ഇവിടെ വരുമ്പോൾ പൊട്ടണം, ഇതാണ് വേണ്ടത്. മാസ്റ്റർ മുന്നേ ശരി, ഞാനപ്പോൾ തീ കത്തിക്കാം, ഇതെല്ലാം വേണം. രാജു വന്നിട്ട് പക്ഷെ ഫസ്റ്റ് ചോദിക്കുന്നത് ആ പൊട്ടിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് പൊട്ടിക്കുന്നത് എപ്പോഴാ, ഞാൻ അവിടെ ചവിട്ടുമ്പോഴല്ലേ പൊട്ടിക്കൂ. നവീൻ എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത്. കാര്യം ലൂസിഫറിലൊക്കെ പുള്ളി ഇവരുടെ കൂടെ എല്ലാവരെയും വെച്ചു. അപ്പൊ തലേദിവസം രാജുവിനെ കണ്ടപ്പോൾ രാജു പറഞ്ഞു നവീനല്ലേ? അപ്പം പറഞ്ഞു ആ നവീനാണ്. എനിക്ക് പോലും അറിയില്ല. അപ്പൊ അത്ര ക്ലാരിറ്റിയാണ് പുള്ളിക്ക്. ആരാണ് പൈറോ ടെക്നീഷ്യൻ, ആരാണ് ഇത് ചെയ്യുന്നത്, ഈ നോസ് എവറിത്തിങ്. അതൊരു ഭയങ്കര. ഇപ്പൊ ഞാൻ പോലും ചിലപ്പോൾ അന്നേരം സിലിണ്ടറിന്റെ അകത്ത് ഇത് വെച്ചിട്ടാണ് പല രീതിയിലുണ്ടെന്നൊക്കെ നമുക്ക് ആ ആവശ്യത്തിന് വേണ്ടിയാ.
പുള്ളി അപ്പൊ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആണ്. അതെ, പിന്നെ എല്ലാം പഠിക്കാനുള്ള ഒരു ആഗ്രഹവും. അതായത് ഹാൻഡിൽ ചെയ്യാൻ ഈ പറയുന്ന പോലെ ഭയങ്കര പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആവണം, അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? അത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണോ? ആക്ച്വലി എല്ലാരും പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ആണോ? ആ പിന്നെ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലേ? ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തില്ല, പക്ഷെ ഞാൻ മിണ്ടാൻ പോരില്ലല്ലോ, എനിക്ക് ടെൻഷനാണല്ലോ. കാരണം നമ്മള് വായ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്തെങ്കിലും തിരിച്ചു ചോദിക്കും. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം പെട്ടു. കാരണം നമുക്ക് വിവരമില്ല, ജസ്റ്റ് എവിടെ കേൾക്കുന്നത് ചോദിക്കുന്നേ ഉള്ളൂ.